നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിതൃ സഹോദരനെയും ഭാര്യയും തലക്കടിച്ച് കൊലപ്പെടുത്തിയതിൽ യാതൊരു കുറ്റബോധമോ കൂസലവും ഇല്ലാതെയാണ് അഫാൻ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ കൊടുംക്രൂരതകൾ വിവരിച്ചത്. ബന്ധുവായ മറ്റൊരു യുവതിയെയും അഫാൻ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. ഇവരുടെ സ്വർണ്ണമാല കൈക്കലാക്കുകയായിരുന്നു അഫാന്റെ ലക്ഷ്യം. ഇവർക്ക് സമൂഹ മാധ്യമത്തിലൂടെ അഫാൻ അയച്ച സന്ദേശങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ജനുവരി 24-ന് ഉച്ചയോടെ അഫാൻ വീട്ടിലെത്തിയപ്പോൾ ലത്തീഫും സാജിദയും ഹാളിലുണ്ടായിരുന്നു. തന്നെ കണ്ടപ്പോൾ തന്നെ സാജിദ ബീവി അടുക്കളയിലേക്ക് പോയി എന്ന് അഫാൻ പറയുന്നു. സംസാരിക്കുന്നതിനിടെയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന ചുറ്റികെടുത്ത് ലത്തീഫിനെ ആക്രമിച്ചത്. ഇതിനിടെ ലത്തീഫിന്റെ മൊബൈലിലേക്ക് കോളും വന്നു. ഇതോടെ തുടർച്ചയായി ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. അടികൊണ്ട് ഹാളിലെ സോഫയിൽ വീണ ലത്തീഫ് മരിച്ചു. ശബ്ദം കേട്ട് ഹാളിലേക്ക് എത്തിയപ്പോഴാണ് സാജിദ ബീവിയെ മർദ്ദിച്ചത്. അടുക്കളയിലേക്ക് ഓടിയെത്തപ്പോൾ 5ലേറെ തവണയാണ് ചുറ്റിക കൊണ്ട് അടിയേറ്റത്. അടുക്കളയിലെ ഇടനാഴിയിൽ വീണ സാജിദ ബീവിയെ അവിടെ നിന്ന് വലിച്ച് അകത്തേക്ക് ഇടുകയായിരുന്നു. രക്തം പുരണ്ട ചുറ്റിക വാഷ് ബേസിലെ വെള്ളത്തിൽ കഴുകി. സ്വീകരണ മുറിയിലെ കസേലയിരുന്ന് മൃതദേഹത്തിന് മുന്നിലിരുന്ന് 3 സിഗരറ്റ് വലിച്ചു. ഇറങ്ങാൻ നേരം ലത്തീഫിന്റെ ഫോൺ അടിച്ചപ്പോൾ അത് കയ്യിലെടുത്തു. കാറിന്റെ താക്കോലും എടുത്തു. അപ്പോഴും ലത്തീഫിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് 200 മീറ്റർ മാറി ഒരിടത്ത് ബൈക്ക് ഓടിച്ചു തന്നെ ഫോണും താക്കോലും കുഴിയിലേക്ക് എറിയുകയായിരുന്നു. തെളിവെടുപ്പിനിടെ പോലീസ് ഈ ഫോണും താക്കോലുമൊക്കെ കണ്ടെടുത്തു. ആർഭാട ജീവിതം നയിക്കുന്നുവെന്ന് തന്നെയും മാധവനെ നിരന്തരം കുറ്റപ്പെടുത്തിയതിനാണ് പിതൃസഹോദരൻ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയത്. ആർഭാട ജീവിതം കാരണമാണ് കടം കയറുന്നതെന്ന് പറഞ്ഞ ലത്തീഫ് തന്നെയും ഉമ്മയെയും നിരന്തരം കുറ്റപ്പെടുത്തിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അഫാൻ പറയുന്നത്. പിതാവിന്റെ സഹോദരൻ അബ്ദുൽ ലത്തീഫ്, ഭാര്യ സജിദ ബീവി എന്നിങ്ങനെ കൊലപ്പെടുത്തിയ കേസിലാണ് കിളിമാനൂർ പോലീസ് ചുള്ളാളം SN പുരത്തെ ലത്തീഫിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതക പരമ്പരയിലെ 2ാം ഘട്ട തെളിവെടുപ്പാണ് കിളിമാനൂർ SHO B ജയന്റെ നേതൃത്വത്തിൽ നടന്നത്. താൻ 80,000 രൂപ ലത്തീഫിന് നൽകാനുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി നിരന്തരം തർക്കങ്ങളുണ്ടായി. തന്റെ ആർഭാട ജീവിതം കൊണ്ടാണ് കടം കയറുന്നതെന്ന് പലരോടും പറഞ്ഞു. പിതൃമാതാവ് സാമ്പത്തികമായി സഹായിക്കുന്നതെന്ന് ലത്തീഫ് വിലക്കിയതും വൈരാഗ്യത്തിന് കാരണമായി. സിഗരറ്റ്, എലിവിഷം, ചുറ്റിക, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മുളകുപൊടി, ബാഗ് എന്നിവ വാങ്ങി കടകളിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അഫാനെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമാകും സുഹൃത്ത് ഫർസാനെയും സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക. കൂടാതെ പിതാവ് റഹീമിനോട് മാത്രമല്ല മാതാവ് ഷെമിയോടും കടുത്ത പക അഫാൻ സൂക്ഷിച്ചിരുന്നു. കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി കൂടാൻ കാരണം ഷെമിയുടെ സാമ്പത്തിക ഇടപാടുകളാണെന്നും കടക്കാരുടെ ശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്നുമാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് കൊലപാതകങ്ങൾ നടന്ന ദിവസം രാവിലെയും ഷെമിയുമായി തർക്കമുണ്ടായി. അഫാന്റെ ആർഭാട ജീവിതം കാരണമാണ് കുടുംബത്തിന് ഈ അവസ്ഥ വന്നതെന്ന് ഷെമി കുറ്റപ്പെടുത്തിയത് പക ഇരട്ടിപ്പിക്കുകയായിരുന്നു. തങ്ങൾ എല്ലാവരും മരിച്ചാൽ ഒറ്റയ്ക്കായി പോകും എന്നതിനാലാണ് സഹോദരൻ അഫ്സാനെ തലക്കടിച്ചു കൊന്നതെന്നും അതിൽ തനിക്ക് കുറ്റബോധമില്ലെന്നുമാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ പണയം വെച്ച മാല തിരികെ ചോദിച്ചതിനാൽ ഫർസാനയോട് ദേഷ്യമായി. അതിനാലാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വർണ്ണമാല കൈക്കലാക്കി. ഈ മാല പണയം വെച്ച് 75,000 രൂപ വാങ്ങിയ ശേഷം കല്ലറയിലെ ATM മെഷീൻ ഉപയോഗിച്ച് 45,000 രൂപ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. തുടർന്ന് ഈ പണം അന്നേ ദിവസം രാവിലെ വിളിച്ച് ശല്യപ്പെടുത്തിയ 4 കടക്കാർക്കാണ് അയച്ചു കൊടുത്തത്. കൊലപാതകങ്ങൾ നടന്ന ദിവസം കടക്കാർ വീട്ടിൽ പണം ചോദിച്ചു വന്നാൽ അപായപ്പെടുത്താനായി അഫാൻ മുളകുപൊടിയും വാങ്ങി സൂക്ഷിച്ചിരുന്നു. 5 കൊലപാതകം നടത്തിയ ശേഷം ഗ്യാസ് തുറന്നുവിട്ടത് ആ വീട്ടിൽ പിതാവ് റഹീം ഉൾപ്പെടെ ആരും താമസിക്കേണ്ട എന്ന ഉദ്ദേശത്തോടെയാണ്. ഗ്യാസ് തുറന്നുവിട്ട ശേഷം തനിയെ വീട് കത്തുമെന്നും കരുതി വീട് പൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതി പോവുകയായിരുന്നു. പല വീടുകളിലായി തലക്കടിച്ചു കൊലപ്പെടുത്തിയയുടെ വിവരം പുറം ലോകത്തെ അറിയിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ പറയുന്ന പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഈ സമയം കടയിൽ നിന്ന് 20 രൂപ കൊടുത്തു വാങ്ങിയ എലിവിഷവും അഫാൻ മദ്യത്തിൽ ചേർത്ത് കഴിച്ചിരുന്നു. വെഞ്ഞാറമൂടിലെ ബാറിലെത്തി 4 പെഗ് കഴിച്ച ശേഷം 350 ml മദ്യം കുപ്പിയിൽ വാങ്ങി. ഇതിനുശേഷമാണ് ഫർസാനയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത്. മാതാവ് ഷെമിക്ക് സുഖമില്ലെന്ന് പറഞ്ഞായിരുന്നു ഫർസാനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഉമ്മ ഷെമിയെ ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച ശേഷം ഭിത്തിയിൽ തലക്കിടിച്ച് കൊലപ്പെടുത്താനായിരുന്നു ആദ്യം അഫാൻ ശ്രമിച്ചത്. രക്തം വാർന്ന നിലയിൽ ഉമ്മയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഇയാൾ മുത്തശ്ശി സൽമ ബീവിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. മുത്തശ്ശിയും പിതൃ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊലപ്പെടുത്തിയ ശേഷം തിരികെ വീട്ടിലെത്തിയ അഫാൻ മുറിയിൽ നിന്ന് ഉമ്മയുടെ ഞരക്ക് കേട്ടതോടെ വീണ്ടും ആക്രമിക്കുകയായിരുന്നു. തുടർന്നാണ് മുറി പൂട്ടിയിറങ്ങിയത്. ഈ ആക്രമണം നടത്തുമ്പോൾ ശബ്ദം കേട്ട് ആരെങ്കിലും എത്തിയാലോ അവരെ നേരിടാനോ ഒക്കെ അപ്പോഴും ഈ മുളകുപൊടി കരുതിയതായി പ്രതി പറയുന്നുണ്ട്. മുളകുപൊടി മുഖത്തേക്ക് ഇറങ്ങി അവരെ ആക്രമിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്.
കൂടാതെ ഷെമിയെ ആക്രമിച്ച വിവരം ഈ സമയം പുറത്തറിയിക്കാതിരിക്കാനും ആരും ഇവിടേക്ക് കയറാതിരിക്കാനും ഷെമിയെ ആക്രമിച്ച ശേഷം മുറി പൂട്ടിയ അഫാൻ താക്കോൽ ശുചിമുറിയിലെ ഫ്ലഷ് ടാങ്കിലും ഉപേക്ഷിച്ചിരുന്നു. ഇതിനിടെയൊക്കെ തന്നെ ആക്രമിക്കാൻ എന്തുകൊണ്ട് ചുറ്റിക തിരഞ്ഞെടുത്തു എന്ന കാരണം അഫാൻ വിവരിച്ചിട്ടുണ്ട്. ചുറ്റികയാകുമ്പോൾ എവിടെയും കൊണ്ടുപോകാമെന്നും ആർക്കും സംശയം തോന്നില്ലെന്നുമാണ് പ്രതികരിച്ചത്. ശക്തിയായി അടിച്ചാൽ ആൾ മരണപ്പെടുമെന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നതായാണ് പ്രതി പറയുന്നത്. വെള്ളിയാഴ്ച ഊണ് കഴിക്കുമ്പോൾ മീൻകറി ഇല്ലേ എന്നും അഫാൻ പോലീസിനോട് ചോദിച്ചിരുന്നു. പിന്നീട് ആഹാരം കഴിക്കാതെ വിമുഖത കാട്ടിയപ്പോൾ എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് പോലീസുകാരൻ ചോദിച്ചപ്പോൾ താൻ പെറോട്ടയും ചിക്കനും ഒക്കെയാണ് കഴിക്കുന്നത്, തനിക്കിത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവസാനം പോലീസ് തന്നെ പ്രതിക്ക് കഴിക്കാനായി ആഹാരമൊക്കെ എത്തിച്ചു നൽകി. കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും അഫാന് ലഭിച്ചിരുന്നില്ല. ഇവരുടെ കൈവശം ഏകദേശം 2 സ്വർണ്ണമാല ഉണ്ടായിരുന്നെന്നും പിന്നീട് ഒന്ന് കാണാതായെന്നും അഫാൻ പറയുന്നുണ്ട്. അതിനുശേഷം ബന്ധുവായ മറ്റൊരാൾക്ക് ഈ മാല കൊടുത്തെന്ന് മനസ്സിലായതോടെയാണ് ഈ വൈരാഗ്യം തോന്നിയതാണ് അഫാൻ പറഞ്ഞത്. ഇപ്പോൾ മറ്റൊരു യുവതിയെയും അഫാൻ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നതായൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അഫാൻ ഭീഷണി സന്ദേശം അയച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടെ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണും പ്രതി നാടകം കളിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 6:30 ലോക്കപ്പിനുള്ളിലെ ശുചിമുറിയിൽ പോകുമ്പോൾ അഫാൻ കുഴഞ്ഞു വീണത്. ഈ ലോക്കപ്പിൽ നിന്ന് 3 അടിയോളം ഉയരമുള്ളതാണ് ശുചിമുറി. അതിനു മുകളിൽ കയറിയ അഫാൻ പെട്ടെന്ന് താഴേക്ക് വീഴുകയായിരുന്നു. പിന്നീട് കല്ലറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ എത്തിച്ച് പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് രക്തസമ്മർദ്ദം കൂടിയതാണെന്നുമൊക്കെ പോലീസ് പറഞ്ഞിരുന്നു. സ്റ്റേഷനിലെ ശുചിമുറി ഉപയോഗിക്കാൻ പ്രയാസമാണെന്നാണ് അഫാൻ അന്ന് ഡോക്ടറോട് പറഞ്ഞത്. തലകറക്കത്തിലുള്ള ഗുളികയും ORS ലായനിയും മാത്രമാണ് പിന്നീട് അഫാന് നൽകിയത്. തെളിവെടുപ്പ് നീട്ടിവെക്കാൻ അഫാൻ കുഴഞ്ഞു വീണതാണോ എന്നൊക്കെ പോലീസ് അന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പോലീസ് അന്ന് വൈകിട്ട് തന്നെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. തനിക്ക് ഇന്ത്യൻ ക്ലോസറ്റ് പറ്റില്ലെന്നും ഈ തെളിവെടുപ്പിനിടെ കട്ടൻ വേണമെന്നും ഒക്കെയുള്ള ആവശ്യം പ്രതി മുന്നോട്ട് വെച്ചിരുന്നതാണ്. ഫർസാനെയും സഹോദരൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് ഇനി അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഇതിലും തെളിവെടുപ്പുണ്ടാകും. തനിക്ക് ഫർസാനയോട് പ്രണയമല്ല കടുത്ത പകയാണ് തോന്നിയെന്നാണ് അഫാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൊഴി. പണയം വയ്ക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചതായിരുന്നു വൈരാഗ്യ കാരണമെന്നാണ് അഫാൻ പറയുന്നത്. അഫാന് മാല നൽകിയ വിവരം ഫർസാനയുടെ വീട്ടിൽ അറിഞ്ഞിരുന്നു. മാല തിരികെ കിട്ടാൻ ഫർസാന അഫാനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി. ഇത് ഫർസാനയോട് തനിക്ക് കടുത്ത പക തോന്നാൻ കാരണമായെന്നാണ് അഫാൻ പറയുന്നത്. മാല അഫാന് നൽകിയ ശേഷം അവധി ദിവസങ്ങളിൽ പോലും ബസ് സ്റ്റാൻഡുകളിലും മറ്റിടങ്ങളിലും ഒക്കെ പോയി ഫർസാന ഇരിക്കേണ്ടി വന്നു. മാതാവ് മാല കഴുത്തിൽ ഇല്ലാത്തത് ചോദ്യം ചെയ്യുമെന്ന് പേടിച്ചിട്ടൊക്കെയായിരുന്നു ഇങ്ങനെ ചെയ്തത്. എന്നാൽ മാല എടുത്തു നൽകാൻ കാളിദാസൻ നേരിട്ടതോടെ ഫർസാനയുടെ ഉമ്മ മാല കഴുത്തിൽ കാണാത്തതിനെ കുറിച്ച് ചോദിച്ചു. ഉമ്മ വിവരം അറിഞ്ഞതോടെ മാല വേഗം എടുത്തു തരണമെന്നാവശ്യപ്പെട്ട് അഫാനുമേൽ ഫർസാന കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. ഇതോടെയാണ് ഫർസാനയോട് വൈരാഗ്യം കൂടിയത്. തങ്ങൾ മരിച്ചാൽ ഒറ്റയ്ക്കാകുമെന്ന് കരുതിയാണ് അഫ്സാനെ കൊലപ്പെടുത്തിയതെന്നാണ് ഈ അഫാൻ പറയുന്നത്. പിടഞ്ഞു മരിക്കുന്നത് കണ്ട് തളർന്ന പ്രതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. ഈ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഇത്രയും പേരെ എങ്ങനെയൊക്കെയാണ് കൊലപ്പെടുത്തിയതെന്ന് ഈ അനിയനോട് പറയുകയും ഭയപ്പെടുത്തുകയും ഒക്കെ പ്രതി ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.